ONV കവിതയുടെ സർഗപരമായ ഒരു ചരിത്രധർമ്മം ഈ പരിണാമങ്ങളുടെ പരിവർത്തനങ്ങളുടെ കാലങ്ങളെയെല്ലാം അങ്ങ് വളരെ വ്യക്തമായി അടയാളപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ചരിത്രം വിരസമായ ഒരു വൈജ്ഞാനിക ശാഖയാണെന്ന് പൊതുവെ ആളുകൾ ധരിക്കുന്നു. പക്ഷേ ചരിത്രം കാവ്യ ഘട്ടങ്ങളിലൂടെ ഇലവിരിയുമ്പോൾ അത് മനോജ്ഞമായ ഒരു അനുഭവമായി മാറുന്നു. ഇത് അങ്ങയുടെ ഒരു രചനാശീലത്തിൻ്റെ ശൈലിയുടെ അല്ലെങ്കിൽ ഇങ്ങേയറ്റത്തെ ഒരു പദം എടുത്തു പറഞ്ഞാൽ തന്ത്രത്തിൻ്റെ ഭാഗമാണെന്ന് കരുതാം. അതായത് ഇപ്പോൾ കാളിദാസൻ എഴുതിയ രഘുവംശം ഒരു ഇന്ത്യയിലെ ഒരു രാജവംശത്തിൻ്റെ ചരിത്രമാണ്. പക്ഷേ അത് ഒരു ചരിത്രകാരൻ എഴുതുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്, സംശയമില്ലല്ലോ. ഇല്ല. ഇപ്പോൾ ശ്രീധരമേനോൻ എഴുതുന്ന ഒരു ചരിത്ര പുസ്തകം, അല്ലെങ്കിൽ ഇളംകുളം കുഞ്ഞമ്പിള്ള സാർ എഴുതുന്ന ഒരു ചരിത്ര പുസ്തകം അതല്ലല്ലോ ആ കാലഘട്ടത്തിലേതായിരിക്കുന്ന കവികൾ എഴുതിയ ചരിത്രം. കവികൾ എഴുതിയതിലും ചരിത്രമുണ്ട്. പക്ഷെ കവികൾ എഴുതുന്ന ചരിത്രം എന്ന് പറയുന്നത് അതിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് വസ്തുതകൾ പകരുക എന്നതല്ല, തെളിവുകളുടെ സുപരീക്ഷിതമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു കാലഘട്ടത്തിൻ്റെ സത്യം തുറന്നു കാട്ടുക എന്ന ചരിത്രധർമ്മമല്ല, ചരിത്രകാരൻ്റെ ധർമ്മമല്ല കാവ്യകാരൻ അനുഷ്ഠിക്കുന്നത്. കാവ്യകാരൻ അതിനെ ഭാവനാത്മകമാക്കി, കാവ്യകാരൻ ചത്തുപോയ ചരിത്രത്തെ പോലും, ചത്തുപോയ കാലഘട്ടത്തെ പോലും, ഈ ചത്തുപോയ കാലഘട്ടത്തിൻ്റെ അസ്ഥികളെപ്പോലും കാന്തകശക്തി കൊണ്ട് പുഷ്പിപ്പിക്കുന്ന ഒരു രീതിയാണ് സാഹിത്യത്തിൻ്റെ എന്ന് പറയാറുണ്ട്. അതായത് ഈവൺ ഇൻ ഹിസ്റ്റോറിക്കൽ നോവൽസ് ഹിസ്റ്ററി ഈസ് ദെയർ ബട്ട് ഇറ്റ് ഈസ് മാഗ്നറ്റൈസ്ഡ് ബൈ ദി ഇമാജിനേഷൻ ഓഫ് ദി നോവലിസ്റ്റ് എന്നാണ് ഹിസ്റ്റോറിക്കൽ നോവൽസിനെ പറ്റി ആധികാരികമായി പറഞ്ഞിട്ടുള്ളവരെ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ മാഗ്നറ്റൈസിങ് ഹിസ്റ്ററി, മറ്റേയാൾക്ക് ഈ മാഗ്നറ്റൈസിങ് എന്ന് പറയുന്ന പ്രോസസ്സില്ല, ഒരു കാന്തിക ശക്തി അതിലേക്ക് ആവഹിക്കുന്നില്ല. അസ്ഥിയുടെ പൂക്കളെന്നൊരു കവിത ചങ്ങമ്പുഴ എഴുതിയിട്ടുണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു അസ്ഥി ഏതോ ഒരു കാലത്തൊരു മനുഷ്യൻ്റെ, അതിൻ്റെ മീതെ മജ്ജയും മാംസവും രക്തധമനികളും അതിൽ വഴി കുറേ വികാരങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ള ഒന്നാണ്. പക്ഷേ ഇപ്പോൾ കയ്യിരിക്കുന്നത് ഒരു അസ്ഥി കഷ്ണമായിട്ടാണ്. അതിങ്ങനെ നോക്കിയിരുന്ന അയാളുടെ ഭാവന കൊണ്ട് ആ അസ്ഥിയുടെ മീതെ ആ മാംസം ഉണ്ടാക്കുക, ആ രക്തധമനികൾ അതിൽ കൂടെ ഓടിക്കുക, രക്തം ഒഴുകിക്കുക, ആ രക്തത്തിലൂടെ തിളച്ചു നിന്നിരുന്നതായ വികാരങ്ങൾ ഉൽപ്പാദിപ്പിക്കുക, ഇതൊക്കെ ചെയ്യുന്നതിനാണ് ഈ മാഗ്നറ്റൈസിങ് എന്ന് പറയുന്നത്. അതാണ് കാവ്യകാരൻ്റെ ജോലി. അപ്പോൾ കാവ്യകാരൻ്റെ ജോലിയും ചരിത്രകാരൻ്റെ ധർമ്മവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അങ്ങനെ തന്നെ അത് വളരെ വ്യക്തമായി അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ സാർ ഉജ്ജയിനിയെ കുറിച്ച് അങ്ങ് പറയുന്ന ഘട്ടത്തിൽ. ഉജ്ജയിനിയിൽ ഞാൻ പോകും, പലരും വിക്രമാദിത്യൻ്റെ കാലഘട്ടത്തിലെ ചരിത്രം വരെ അന്വേഷിച്ചിട്ട് ഇതിനകത്ത് ചരിത്രമില്ല അതായത് പറഞ്ഞിട്ടുണ്ട്. മാൻഡസോർ ലിഖിതത്തിലെ ശാസനത്തിലെ അനുസരിച്ച് ഇങ്ങനെയാണ്, ഇതിനകത്ത് അങ്ങനെയല്ല. ഞാൻ പറഞ്ഞു ഇതെൻ്റെ ഹൃദയമിഴി കണ്ട സത്യമാണ്. അതെ, ഹൃദയമിഴി കണ്ട സത്യമാണ്. ഈ കണ്ണുകൊണ്ട് വായിച്ചെടുത്ത ചരിത്രമല്ല, ഈ ഹൃദയം കൊണ്ട് വായിച്ചെടുത്ത സത്യമാണ്. ഒരു കാര്യം പറഞ്ഞ ഒരു അനുഭവം പറയാം. ഞാൻ ഈ ഉജ്ജയിനി പോയിട്ടുണ്ട്, ഇത് എഴുതുന്നതിന് മുമ്പ് തന്നെ. ഉജ്ജയിനി പോയപ്പോൾ കാളിദാസൻ്റെ മേഘദൂതത്തിൽ അവിടെ ഈ റെഡ് ലൈറ്റ് സ്ട്രീറ്റ് ഉണ്ടായിരുന്നു അന്നും. ഇംഗ്ലീഷിൽ പറഞ്ഞാലേ ആളുകൾക്ക് മനസ്സിലാകുന്നുണ്ട്, ചുവന്ന തെരുവ് എന്ന് വേണമെങ്കിൽ പറയാം, ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് മകരരഥ്യ എന്നായിരുന്നു കാളിദാസൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ വെറുതെ ഉജ്ജയിനി ചെന്നപ്പോൾ എൻ്റെ കൂടെ ഗൈഡായിട്ട് വന്നിട്ടുള്ള ഒരു സുഹൃത്ത് മലയാളിയാണ്. അദ്ദേഹം ശിവമംഗൽ സിംഗ് സുമൻ എനിക്ക് അയച്ചു തന്നതാണ്. അദ്ദേഹം ഒരു വലിയ ഹിന്ദി കവിയാണ്, മരിച്ചുപോയി. അദ്ദേഹം വന്ന് എന്നെ സഹായിക്കാനായിട്ട് മലയാളം നന്നായിട്ട് അറിയാവുന്ന ഒരാളെ എൻ്റെ കൂടെ അയച്ചു. ഞാൻ ചോദിച്ചു, മകരരഥ്യ എന്നൊരു രഥ്യയോടുണ്ടോ എന്ന് ചോദിച്ചു ഉജ്ജയിനിയിൽ. ഉണ്ടല്ലോ, എന്തിനാ അവിടെ പോകുന്നു? ഞാൻ പറയല്ല, എനിക്ക് അവിടെ നിന്ന് പോകണമെന്നുണ്ട്. അയ്യോ, അവിടെ ഒന്നും ഇല്ല കാണാൻ. അപ്പോൾ എന്തെങ്കിലും കാണാനാണ് ഈ പോകുന്നത്? ഞാൻ പറഞ്ഞു അല്ല, എങ്കിലും അങ്ങനത്തെ ഒരു രഥ്യ ഉണ്ടോ? രഥ്യ എന്ന് വെച്ചാൽ വഴി എന്നർത്ഥം. ഉണ്ടോ? ഉണ്ട്, എനിക്ക് അവിടെ നിന്ന് പോകണമെന്നോ. അപ്പോൾ ചെന്നപ്പോൾ ഒരു അങ്ങനെ തരിശുഭൂമിയായിട്ട് കിടക്കുന്ന ഒരു നല്ലൊരു വഴിയാണ്. ഇപ്പോൾ താറിട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇരുഭാഗത്തൊക്കെ അപൂർവമായി ചില വീടുകളും ചില വൃക്ഷങ്ങളും മിക്കവാറും വിജനതയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ നടന്നു അതുവഴി. അപ്പോൾ ഞാനത് വഴി നടക്കുമ്പോൾ എൻ്റെ മനസ്സിൽ മുഴുവനും ചിലങ്ക കഴുക്കിലേക്കുന്നു. അന്നത്തെ ഗണികാഗൃഹങ്ങളിലേതായിരിക്കുന്ന സംഗീതം വരുന്നു. അവർ പക്ഷേ അന്നത്തെ ഈ ഇവരെയൊക്കെ
കാംക്ഷിച്ച് പോകുന്ന കാമുകന്മാർ ഇറങ്ങിപ്പോകുന്നതൊക്കെ ഉണ്ടാവും. ഇയാളുടെ മനസ്സിലതില്ല. ഒരേ വഴിയിൽ കൂടെ നടക്കുന്നു, എൻ്റെ മനസ്സിലൊന്ന് വേറെ, അയാളുടെ മനസ്സിൽ വേറെ. തിരിച്ചൊന്ന് അയാൾ ചോദിച്ചു, അല്ല സാറേ എന്തിനാണ് ഇപ്പോൾ ഈ വഴിയെ നടക്കണമെന്ന് തോന്നിയത്? ഞാൻ പറയും, ഇത് കാളിദാസൻ്റെ മകരരഥിയാണ്, ചില കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ മകരരഥി അവിടെ ഉണ്ട് എന്നുള്ളത് തന്നെ കാളിദാസൻ ഈ പറഞ്ഞിരിക്കുന്നതും അവിടെയൊക്കെ നടന്നിട്ടും കണ്ടിട്ടും കേട്ടിട്ടുമൊക്കെയാണ്, അതൊരു സത്യമാണ്. പക്ഷേ അത് മാറിപ്പോയപ്പോൾ പിന്നെ ഹൃദയം കൊണ്ടേ കാണാൻ നോക്കൂ, ഇല്ലേ? അല്ലാതെ വേറെയും കൊണ്ട് വല്ലതും അന്വേഷിക്കുക, വല്ല മാപ്പോ മറ്റോ ഉണ്ടോ അവിടെ? ഇല്ലല്ലോ. അതാണ് ഹൃദയം വഴി കണ്ട സത്യം. അപ്പോൾ ആ വഴിയിൽ കൂടി നടക്കുമ്പോൾ ഇതുവഴിയാണ് കാളിദാസൻ നടന്നത്. ഇതുവഴിയാണ് കാളിദാസൻ ഒരുപക്ഷെ ഈ പല കള്ളക്കഥകളും കേട്ട് സൈകെട്ട് ഓടിപ്പോയത് എന്നൊക്കെ നമുക്ക് തോന്നുകയാണ്. ഒരിക്കൽ തകഴി ആദ്യം പാരീസിൽ യൂറോപ്പിൽ പോയി തിരിച്ചു വന്നപ്പോൾ കഥകളൊക്കെ കുറച്ച് പിന്നെ മൂപ്പര് കുറച്ച് പൊടിപ്പും തൊങ്ങലൊക്കെ വെച്ച് പറയുമല്ലോ. അങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ ചോദിച്ചു, അണ്ണാ, ഞങ്ങൾ അണ്ണാന്ന് വിളിക്കും, അവിടെ എന്തൊക്കെയായിരുന്നു വിശേഷം? എടാ ഞാൻ ഒരു വഴിയിൽ കൂടെ അങ്ങനെ പോയി, അപ്പോൾ വിക്ടർ യൂഗോ നടന്ന ഒരു വഴിയിൽ കൂടെ ഞാൻ പോയി. ഞാൻ പറഞ്ഞു, അതിനെന്താ തെളിവ്? പറഞ്ഞു, എടാ അത് നമ്മളീ നടക്കുന്ന പാരീസിൽ നടക്കുന്ന വഴിയെല്ലാം വിക്ടർ യൂഗോ നടന്ന വഴിയാണ്. അപ്പോൾ നമുക്കതങ്ങനെ തോന്നും, ഇത് വിക്ടർ യൂഗോ നടന്ന വഴിയാണ് എന്ന് തോന്നും. അതുപോലെ കാളിദാസൻ നടന്ന വഴിയാണെന്നുള്ളത് സംശയമൊന്നുമില്ല. മകരരഥിയെ കൂടെ തീർച്ചയായിട്ടും നടന്നിട്ടുണ്ട്. സാർ അത് പ്രത്യേകിച്ചും പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് ഞാൻ ഉജ്ജയിനിയിൽ പോയാൽ കാളിദാസൻ നടന്ന വഴികളാണ് അന്വേഷിക്കുന്നത്, വിക്രമാദിത്യന്റെ സിംഹാസനമല്ല. അതെവിടെയാ കുഴിച്ചിട്ടിരിക്കുന്നതല്ല നോക്കുന്നത്. അതെ. അങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങ് ആ പഴയ പ്രഖ്യാപനത്തെ ഒന്നുകൂടി അടിവരയിടുന്നുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ്. കവിയാണ് പ്രജാപതി, അല്ലാതെ രാജാവല്ല. കവിരേഖ അങ്ങനെയൊന്നുമില്ല. കവിരേഖ പ്രജാപതി എന്ന്, അല്ലാതെ രാജാവല്ല എന്നില്ല. കവിരേഖ പ്രജാപതി എന്നേ പറയുന്നുള്ളൂ, രാജാവല്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല. രാജാവിൻ്റെ കാലത്ത് രാജധർമ്മം നിറവേറ്റാതിരുന്നു ചിലർ, അത് പോട്ടെ. പക്ഷേ കവിരേഖ പ്രജാപതി എന്ന് പറയുമ്പോൾ ഒരു കവി എന്ത് ചെയ്യണം എന്നുള്ളതിനെ പരമമായിട്ട് തീരുമാനിക്കുന്നത് കവിയാണ്. കവിയുടെ ആ ഒരു സ്വാശ്രയത്വവും കവിയുടെ ആ ഒരു സ്വാധികാരം, അത് അയാളുടെ ഈ പരമമായിരിക്കുന്ന തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള അയാളുടെ പരമമായ അവകാശം, അത് അയാൾക്ക് ആവശ്യമുണ്ട്. ഇല്ലെങ്കിൽ അയാൾക്ക് ഒരു മാനസികമായ